കൊന്നത്തടിയിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. വാർദ്ധക്യം ആനന്ദകരം ആയുഷിലൂടെ എന്ന സന്ദേശവുമായി നാഷണൽ ആയുഷ് മിഷന്റെ സഹായത്തോടെ കൊന്നത്തടി ഗ്രാമപഞ്ചായത്തും സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി മുനിയറയും, സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി കൊന്നത്തടിയും, സർക്കാർ ആയുർവേദ ഡിസ്പെൻസറി കൊന്നത്തടിയും സംയുക്തമായി പാറത്തോട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് വയോജനങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പ് നടത്തി. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി കുര്യാച്ചൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമ്മൾ ഈ അറിയിപ്പുകൾ എല്ലാ വാർഡിന്റെ ഗ്രൂപ്പുകളിലും വാർഡ് മെമ്പർമാരുടെ കൈവശം ഒക്കെ തന്നെ കൊടുത്തിരുന്നതാണ്. പക്ഷെ ആളുകളുടെ എണ്ണം കുറവാണ്. ഒന്ന് മരുന്നുകളിലൂടെ മാത്രമാണ്, അത് 60 വയസ്സ് കഴിഞ്ഞാൽ മരുന്നുകളുടെ ലോകത്താണ് എല്ലാ മാതാപിതാക്കളും. ഒന്ന് ഷുഗർ, കൊളസ്ട്രോൾ, അതുപോലെ പ്രഷർ എന്നീ രോഗങ്ങൾ വലിയ രോഗമായിട്ട് കണ്ടുകൊണ്ട് തന്നെ അതില്ലാതെ മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഭക്ഷണം മുടങ്ങിയാലും വേണ്ടില്ല, മരുന്ന് കഴിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് മനസ്സിലുള്ളത്. ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇവിടെ ഹോമിയോയിലെ ഡോക്ടേഴ്സ് അതുപോലെ ആയുർവേദ ഡോക്ടറൊക്കെ മരുന്നിനോടൊപ്പം തന്നെ ദിനചര്യകൾ എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ എങ്ങനെ വ്യായാമത്തിലൂടെ യോഗ പരിശീലനത്തിലൂടെ ഒക്കെ മാറ്റാം എന്നുള്ള കാര്യങ്ങളോടുകൂടി നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. മരുന്നുകളിലൂടെ മാത്രമല്ല, കൃത്യമായ പരിചരണത്തിലൂടെ, കൃത്യമായ വ്യായാമ മുറകളിലൂടെ ഈ രോഗത്തെ നമുക്ക് കുറച്ചു വയ്ക്കാനായിട്ട് സാധിക്കും. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അച്ചാമ്മ ജോയി, മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ അനിഷാദ് ടി.എ, ഡോക്ടർ അഞ്ജലി പി.ആർ, ഡോക്ടർ ആദർശ് പി എന്നിവർ സംസാരിച്ചു. യോഗ പരിശീലകൻ ജോജിൻ കെ ജോസിന്റെ നേതൃത്വത്തിൽ യോഗ പരിശീലനവും ക്ലാസും നടത്തി. ഇടുക്കി ലൈവ് ന്യൂസ്, മുരിക്കാശ്ശേരി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. കൂടെ ഉണ്ടാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ, സ്വർണ്ണം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന്, നമ്മുടെ സ്വന്തം. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം.